നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. അമ്മയുടെ പെൻഷൻ ഒറ്റയടിക്ക് പിൻവലിച്ച് IT കമ്പനി തുടങ്ങാമോ ധനമന്ത്രി? ശമ്പള പ്രതിസന്ധിയിൽ ഒറ്റയടിക്ക് പണം പിൻവലിക്കാനാകില്ലെന്ന ക്യാപ്സൂളുമായി വന്ന ബാലഗോപാലിനെ മലയാളി പഞ്ഞിക്കിടുന്നുണ്ട്. സർക്കാർ ഉദ്യോഗസ്ഥർക്ക് മാത്രമേ കിട്ടാൻ ബാക്കി ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പോൾ കോളം തികഞ്ഞിട്ടുണ്ട്. ജീവനക്കാർ കയറി സെക്രട്ടേറിയറ്റ് വളഞ്ഞിട്ടും വല്യേട്ടൻ സിനിമയിട്ട് ധീരത കാണിച്ച കൈരളിയാണ് ഞങ്ങളുടെ ഹീറോ. ബാലഗോപാല, പണിയെടുത്താൽ കാശ് കൊടുക്കണം. കിട്ടിയ വകുപ്പ് നേരെ ചൊവ്വേ ഭരിക്കാൻ അറിയില്ലെങ്കിൽ രാജിവെച്ച് പുറത്തു പോകണം. അല്ലാതെ അള്ളിപ്പിടിച്ച് കസേരയിൽ ഇങ്ങനെ ഇരിക്കാതെ. മലയാളികളുടെ ഉപദേശമാണിത്. പിണറായി കാരണം ബാലഗോപാൽ ഇപ്പോൾ നടുക്കടലിലാണ്. മലയാളി ധനമന്ത്രിയുടെ കഴുത്തിനാണ് പിടിക്കുന്നത്. ഒറ്റയടിക്ക് പിൻവലിക്കുന്നില്ല, രണ്ടാമത്തെ അടിക്കയിലും പിൻവലിക്കാൻ വല്ലതും ഉണ്ടാകുമോ എന്നാണ് മന്ത്രിയോട് ചോദിക്കുന്നത്. ജീവനക്കാർക്ക് കിട്ടിയില്ലേലും മുഖ്യനും മന്ത്രിമാർക്കും ഒറ്റയടിക്ക് കിട്ടി അല്ലേ ബാലേട്ട? ഞങ്ങൾ മാസപ്പടി അല്ല ചോദിക്കുന്നത്, പണിയെടുത്ത കാശാണെന്ന് രായാവിനോട് ഒന്ന് പറയുമോ മന്ത്രി തുടങ്ങി വലിയ ട്രോളുകളാണ് ബാലഗോപാലിന് നേരെ വരുന്നത്. ധനമന്ത്രി നിന്നങ്ങ് ഉരുകുകയാണ്. അപ്പോഴും കൂളായി ഒരാൾ നടപ്പുണ്ട്, മുഖ്യമന്ത്രി പിണറായി വിജയൻ. മൂപ്പരെ ഇതൊന്നും ബാധിക്കുന്നതേയില്ല. ജീവനക്കാർ കടുത്ത അമർഷത്തിലാണ്. ശമ്പളം കിട്ടാത്തതോടെ പലരുടെയും EMIയും ലോണുകളും എല്ലാം മുടങ്ങിയിട്ടുണ്ട്. സഹികെട്ടാണ് സെക്രട്ടേറിയറ്റിൽ ജീവനക്കാർ പ്രതിഷേധം നടത്തിയത്. അത് സർക്കാരിന് കനത്ത തിരിച്ചടി ഉണ്ടാക്കിയിട്ടുണ്ട്. ശമ്പളമോ പെൻഷനോ മുടങ്ങില്ലെന്ന് ധനമന്ത്രി KN ബാലഗോപാൽ വീണ്ടും വന്ന് ക്യാപ്സൂൾ ഇറക്കി. സർക്കാർ ജീവനക്കാർക്ക് ഇന്നു മുതൽ ശമ്പളം ലഭിച്ചു തുടങ്ങും. 2-3 ദിവസത്തിനകം ശമ്പളം കൊടുത്ത് തീർക്കുമെന്നും സാമ്പത്തിക സ്ഥിതിയിൽ ആശങ്കയ്ക്ക് അടിസ്ഥാനമില്ലെന്നും ബാലഗോപാൽ പറഞ്ഞിരിക്കുന്നത്. ശമ്പളം ഒറ്റയടിക്ക് പിൻവലിക്കാനാകില്ല. ട്രഷറിയിൽ നിയന്ത്രണമുണ്ട്. 50,000 രൂപ എന്ന നിയന്ത്രണം ഉണ്ടാകും. ശമ്പളത്തിന് മാത്രമല്ല പെൻഷനും ഇത് ബാധകമായിരിക്കുമെന്ന് മന്ത്രി പറഞ്ഞിട്ടുണ്ട്. ഒരുമിച്ച് പിൻവലിക്കുമ്പോഴുണ്ടാകുന്ന സാങ്കേതിക തടസ്സം ഒഴിവാക്കാനാണിതെന്നാണ് അദ്ദേഹത്തിന്റെ വിശദീകരണം. ശമ്പളത്തിന്റെ കാര്യം ഉറപ്പാക്കുമ്പോൾ തന്നെ ചില കാര്യങ്ങൾ ഇവിടെ പറയാതിരിക്കാനാകില്ല. സംസ്ഥാനത്തെ UDFന്റെ അനുകൂല സംഘടനകൾ ഒരവസരം കിട്ടിയെന്ന നിലയിൽ സമരം പ്രഖ്യാപിച്ചു. നിരാഹാരം ഉണ്ടെന്നൊക്കെ പറയുന്നു. നിരാഹാരം ഉണ്ടോ എന്ന് എനിക്കറിയില്ല. BJPയുടെ NGO സംഘ് പറയുന്നത് അങ്ങേയറ്റം തെറ്റായ കാര്യമാണ് ഇവിടെ നടക്കുന്നതെന്നും അതിനാൽ ശക്തമായി പ്രതിഷേധിക്കുമെന്നാണ്. BJP എന്ന് പറയുന്ന രാഷ്ട്രീയ പാർട്ടി തിരഞ്ഞെടുപ്പിന് ഇവിടെ മത്സരിക്കാൻ പാടുണ്ടോ എന്ന് ജനങ്ങൾ ചോദിക്കേണ്ടതാണ്. കാരണം കേരളത്തിന് തരാനുള്ള പണം മുഴുവൻ തടഞ്ഞു വെച്ചിട്ട് അതിൻ്റെ പേരിൽ ന്യായം പറയുകയാണ്. ഞാനിത് വെറുതെ പറയുന്നതല്ല. നമുക്ക് കിട്ടാനുള്ള 57,400 കോടി രൂപയുടെ കണക്ക് അസംബ്ലിയിൽ ഞങ്ങൾ പറഞ്ഞിട്ടുണ്ടെന്നും മന്ത്രി വ്യക്തമാക്കിയിട്ടുണ്ട്. ശമ്പളം വൈകിയതിൽ ധനമന്ത്രി എത്ര ക്യാപ്സൂൾ ഇറക്കിയിട്ടും അങ്ങോട്ട് ഏൽക്കുന്നില്ല. മലയാളി എടുത്തിട്ട് കുടയുകയാണ്. ഇതാണോ ധനമന്ത്രി പറഞ്ഞ B പ്ലാൻ എന്നാണ് പരക്ക ട്രോള്. പിണറായി സർക്കാരിന് മുഖത്തേറ്റ അടിയാണ് ശമ്പളം മുടങ്ങിയ സംഭവം. പ്രതിപക്ഷം ഇതൊരു ആയുധമാക്കി മാറ്റിയിട്ടുണ്ട്. എല്ലാത്തിനും കേന്ദ്രത്തെ പഴിച്ച് രക്ഷപ്പെടാമെന്ന് ബാലഗോപാൽ കരുതരുതെന്ന് മുറവിളി ഉയരുന്നു. സർക്കാരിന്റെ പിടിപ്പുകേടാണ് ഈ ദുരവസ്ഥയ്ക്ക് കാരണം. ധനമന്ത്രി ധവളപത്രം ഇറക്കണമെന്നാണ് പ്രതിപക്ഷം ആവശ്യപ്പെടുന്നത്.